കൊച്ചി നഗരത്തിലെ ആശ്രമം ലൈനിൽ കുടിവെള്ളം കിട്ടിയിട്ട് 15 ദിവസമായി. വെള്ളം സംഭരിച്ചു വയ്ക്കാൻ വലിയ ടാങ്കുകളില്ലാത്ത വീട്ടുകാരാണ് ബുദ്ധിമുട്ടിലായിരിക്കുന്നത്. വാട്ടർ അതോറിറ്റി പമ്പിംഗ് തടസ്സം പരിഹരിച്ചെങ്കിലും പ്രഷർ കുറഞ്ഞ സ്ഥലങ്ങളിലേക്ക് വെള്ളം എത്തുന്നില്ല. ബിന്നിലുണ്ട് വിവരങ്ങളുമായി. ബിനിൽ, ഗുഡ് മോർണിംഗ്. കുറേ ദിവസങ്ങളായി വെള്ളമില്ല, പ്രദേശവാസികളൊക്കെ ബുദ്ധിമുട്ടുന്നുണ്ട്. പ്രത്യേകിച്ച് ഈ ആശ്രമം ലൈനിലൊക്കെ ഉള്ള ഒരു 15 ദിവസമായി വെള്ളം കിട്ടുന്നില്ല എന്നാണ് പറയുന്നത്. ഇതെങ്ങനെയാണ് പരിഹരിക്കാൻ ഇനി കഴിയുക? ഇത് എത്ര ദിവസം കൊണ്ട് പുനഃസ്ഥാപിക്കാൻ കഴിയുമായിരിക്കും? ഗുഡ് മോർണിംഗ് മോത്തി. ഇത് എത്ര ദിവസം കൊണ്ട് പരിഹരിക്കാൻ കഴിയുമെന്ന് ചോദിച്ചാൽ വാട്ടർ അതോറിറ്റിക്കും കൃത്യമായി ഉത്തരവില്ലാത്തൊരു പ്രശ്നമാണ്. കാരണം ഈ നേരത്തെ ഈ പൈപ്പ് പൊട്ടി അങ്ങനെയാണ് കുറച്ച് ദിവസം ഇവിടെ കുടിവെള്ള വിതരണം തടസ്സപ്പെടുമെന്ന് ഔദ്യോഗികമായി തന്നെ വാട്ടർ അതോറിറ്റി അറിയിച്ചിരുന്നത്. പക്ഷേ ആ പ്രശ്നം പരിഹരിച്ചെങ്കിലും പലയിടത്തേക്കും ഇപ്പോഴും വെള്ളം എത്തുന്നില്ല എന്നതാണ് പ്രശ്നം. അതായത് വീടുകളിൽ കുടിവെള്ള ടാങ്കുകൾ സ്ഥാപിക്കാത്തവരാണ് വലിയ പ്രതിസന്ധിയിലായിരിക്കുന്നത്. ഇപ്പോൾ ആശ്രമം ലൈനിലെ ഒരു വീട്ടിലെ കാഴ്ച നമുക്ക് കാണാം. ഇത് വാട്ടർ അതോറിറ്റിയുടെ നേരിട്ടുള്ള പൈപ്പ് വരുന്ന സ്ഥലമാണ്. കാരണം ഇപ്പോൾ ഇവിടെ ഈ പൈപ്പിലൂടെ കാറ്റ് മാത്രമാണ് പുറത്തേക്ക് വരുന്നത്. സാധാരണ ഇവിടെ ഒരു ദിവസം ഒരു 2-3 മണിക്കൂറൊക്കെ വെള്ളം കിട്ടിക്കൊണ്ടിരുന്ന ഒരു സ്ഥലമാണ്. പക്ഷേ കഴിഞ്ഞ 10-15 ദിവസമായി ഇങ്ങോട്ട് വെള്ളം എത്തി നോക്കിയിട്ടില്ല. അതാണ് ഇവിടുത്തെ പ്രശ്നം. ഈ പ്രദേശത്തൊക്കെ താമസിക്കുന്നവർ വലിയ പ്രതിസന്ധിയിലാണ്. നമുക്ക് അവരോട് തന്നെ ചോദിക്കാം, എത്ര ദിവസമായി വെള്ളം കിട്ടിയിട്ട്? ഇപ്പോൾ ഒരു 1.5 മാസമായി വെള്ളം കിട്ടിയിട്ട്. എന്താ പ്രശ്നം? അത് പമ്പിങ് ഇല്ല സാറേ, അതുകൊണ്ടാണ്. പമ്പിങ് ഇല്ലാത്തതുകൊണ്ടാണ് ശരിക്കും വെള്ളം വരാത്തത്. അവർ മനസ്സിലായി, 2 ലൈനുണ്ട് ആ റൂട്ടിൽ കൂടെ. അത് ഒരു ലൈനിൽ വെള്ളമില്ല, മനസ്സിലായില്ല. ഒരു ലൈനിൽ വെള്ളമുണ്ട്. ആ വെള്ളമുള്ള സ്ഥലത്ത് പമ്പിങ് ഉള്ള സമയത്ത് കുറേശ്ശെ എല്ലാവർക്കും കിട്ടും. അത് തന്നെ. ഇപ്പൊ എങ്ങനെയാണ് ജീവിതമൊക്കെ മുന്നോട്ട് പോകുന്നത്? എവിടെ നിന്നാ വെള്ളം എടുക്കുന്നത്? റോഡിൽ പോയി 72 വയസ്സുണ്ട് അങ്ങേര് കാലത്തെ 4 മണി വെളുപ്പിന് പോകും. എന്നിട്ട് 2 കുടം വെള്ളം അവിടെ എടുത്തുകൊണ്ട് വരും. അങ്ങനെയാണ് ഇവിടെ ജീവിതം കഴിക്കണത്. 2-3 മക്കളുണ്ട്, പേരക്കടങ്ങൾ. ഞങ്ങൾ 5-6 പേരുണ്ട് ഇവിടെ. ഭയങ്കര ബുദ്ധിമുട്ടാണ്, കുടിക്കാമെങ്കിലും വേണ്ടേ. പിന്നെ കിണറ്റിലെ വെള്ളമൊക്കെ അഡ്ജസ്റ്റ് ചെയ്താണ്. ഇത് ഇപ്പുറത്തെ വീട്ടുകാർ അവർ പോയി, മകളുടെ വീട്ടിൽ പോയി വെള്ളം കിട്ടാനിട്ട്. അവർ 2 പേര് മാത്രമേ ഉള്ളൂ വയസ്സന്മാർ. അവർ 2 പേരും പോയി. അപ്പുറത്ത് ഒരാളുണ്ടായിരുന്നത് വെള്ളം എടുക്കാൻ പോയതാണ്. അയാൾ മറിഞ്ഞു വീണിട്ടാണ് മരിച്ചത്. അയാൾ ഇവിടുത്തെ ആള് നടുവിന് ഇതായിട്ട് വീണിട്ട് പിന്നെ ഇന്നിട്ടില്ല അയാൾ. ഇവിടെ എല്ലാവർക്കും അറിയാം, ഈ പരിസരവാസി എല്ലാവർക്കും അറിയാം. 2 ചെറിയ മൊന്തയും കൊണ്ട് വെള്ളം എടുക്കാൻ പോയതാണ് അങ്ങേര്. അതാണ് ഞങ്ങളുടെ അവസ്ഥ. ഞങ്ങൾക്ക് നല്ലോണം വന്നിരുന്നാണ് വെള്ളം, ഇപ്പോൾ വന്നില്ല. എന്താണെന്ന് അറിയാൻ വെള്ളം. ആശ്രമം ലൈൻ റെസിഡൻസ് അസോസിയേഷന്റെ ഭാരവാഹികളുണ്ട്, നമുക്ക് അവരോടും ചോദിക്കാം. എന്താ ഇവിടുത്തെ ഒരു പ്രശ്നം? നിങ്ങൾ വാട്ടർ അതോറിറ്റിയിലൊക്കെ ചെന്ന് പലവട്ടം സമരമൊക്കെ ചെയ്തിരുന്നു. ഏറ്റവും ഒടുവിൽ അവരെന്താ പറയുന്നത്? ഇപ്പം ഞങ്ങൾ ഇപ്പം ഈ പ്രാവശ്യം ഇത്രയും രൂക്ഷമായ പ്രശ്നം വന്നു കഴിഞ്ഞപ്പോഴും നമ്മൾ വിളിക്കുമ്പോൾ പറയുന്നത് ഇപ്പം എല്ലാം കഴിഞ്ഞിട്ടുണ്ട്, ഉടനെ തന്നെ വെള്ളം വരും, ഈ പമ്പിങ് ഒന്ന് എയർ കയറിയതാണ് കാരണം എന്ന് പറഞ്ഞത്. ഇത് കേൾക്കാൻ തുടങ്ങിയിട്ട് 2 ആഴ്ചയായി. ഇതിൽ ഏറ്റവും കൂടുതൽ സഫർ ചെയ്യുന്ന ഒരു വീട്ടുകാരാണ് ഇവിടെ ഉള്ളത്. ഇവർക്ക് അവിടെ പമ്പിങ്ങിൽ ഫോഴ്സിൽ വെള്ളം വന്നാൽ മാത്രമേ ഇവർക്ക് വെള്ളം കിട്ടുള്ളൂ. അതുപോലെ ഇതിലേക്ക് ഇതുപോലെ തന്നെ കൂടുതൽ ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന കുറേ അധികം ഫാമിലികളുടെ ഉണ്ട്. കാരണം ഇവിടെ വരുന്ന വെള്ളം ഇതിന് മുമ്പ് ഞങ്ങൾ ഒരു 2-3 മാസങ്ങൾക്ക് മുമ്പ് കൗൺസിലറുടെ നേതൃത്വത്തിൽ ഇവിടെ പോയി ഈ വാട്ടർ അതോറിറ്റി പോയിട്ട് ഞങ്ങൾ ധർണ നടത്തി പ്രശ്നം ഉണ്ടാക്കിയതാണ്. അത് കഴിഞ്ഞ് കുറച്ച് നാളത്തേക്ക് പ്രശ്നം ഉണ്ടായില്ല. അത് കഴിഞ്ഞ് ഈ പറഞ്ഞ പ്രശ്നം ഇപ്പം പറഞ്ഞുകൊണ്ടിരിക്കുന്ന പ്രശ്നം എന്ന് പറയുന്നത്, അവർ പറഞ്ഞത് മെസ്സേജ് 6-7 ഡേറ്റുകളിൽ വെള്ളം ഉണ്ടാവില്ലെന്നൊരു മെസ്സേജാണ് തന്നത്. അപ്പോൾ ഇവിടെ ഉള്ളവരൊക്കെ ചെറിയ മുൻകരുതലിൽ ആ ഒരു മെസ്സേജിനെ കണക്കാക്കിയിട്ട് ചെയ്തത്. ഇത് പിന്നെ തുടർച്ചയായിട്ട് ഇപ്പം ആദ്യമായി പറഞ്ഞ ഏരിയയിൽ 15 ദിവസം വെള്ളം കിട്ടിയിട്ടില്ല. ഇവിടെ നമ്മൾക്ക് ആരോടാണ് പറയാൻ പറ്റുന്നത്? ഇത് തന്നെയാണ്, ഒരു നിസ്സഹായാവസ്ഥയിലാണ് ഇവിടുത്തുകാർ. പലരും കയ്യിൽ പണമുള്ളവർ ടാങ്കറുകളിലൊക്കെ ഉപയോഗിച്ച് വെള്ളം എത്തിക്കും. അങ്ങനെയാണോ ഇവിടെ പലരും ചെയ്യുന്നത്? ടാങ്കർ തന്നെ ഇപ്പോൾ വിളിച്ചാൽ കിട്ടുന്നില്ല. അത് 800 രൂപയുടെ ടാങ്കർ ഇപ്പോൾ 900-1000 രൂപയാണ് അവർ ചാർജ് ചെയ്യണത്. അത് തന്നെയല്ല, ടാങ്കർ വിളിച്ചിട്ട് കിട്ടുന്നില്ല. അവരും ബിസിയാണ്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പല ദിക്കുകളിലും ഇപ്പോൾ ഇന്നലെ ഞങ്ങൾ ധർണയ്ക്ക് പോയിരുന്ന സമയത്ത് അവിടെ പല ദിക്കിൽ നിന്നും ആൾ വന്നിട്ടുണ്ട്. മരട്, അതുപോലെ തന്നെ കലൂര്, തമ്മനമാണ് പമ്പിങ് സ്റ്റേഷൻ എന്നാണ് അറിയപ്പെടുന്നത്. പക്ഷെ അവിടെയുള്ള ആൾക്കാർക്ക് പലർക്കും വെള്ളം കിട്ടുന്നില്ല. അങ്ങനെ ടാങ്കർ വിളിച്ചാൽ പോലും കിട്ടാത്ത ഒരവസ്ഥയാണ് നമ്മുടെ ഈ പല പ്രദേശം, പ്രത്യേകിച്ച് ആശ്രമം ലൈനിൽ ഞങ്ങൾ ടാങ്കർ വിളിച്ചിട്ടും കിട്ടുന്നില്ല ഞങ്ങൾക്ക്. അതാണ് പ്രശ്നം. ഇതാണ് കൊച്ചിയുടെ ഇപ്പോഴത്തെ ദുരവസ്ഥ.